എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്ന നമ്മൾ കാണുന്ന ഒരു വാർത്തയുണ്ട്. രേണു സുധിക്ക് ക്യാൻസർ ആണ്, ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുള്ള. പകുതി പേര് നുണയാണ്, അടുത്ത കാശ് സദാവം കിട്ടാനോ അങ്ങനെ പല ഇത് പറയുന്നുണ്ട്. പക്ഷേ വേണേൽ ചോദിക്കാം, എന്നിട്ട് സോഷ്യൽ മീഡിയ കാരണം ഇതുപോലെ മെറുക്കുകയാണല്ലോ എന്ന് ചോദിക്കാം. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ബ്രസ്റ്റ് ക്യാൻസർ അല്ല, ക്യാൻസർ എന്ന് നമ്മൾ അറിഞ്ഞാൽ മതി, അപ്പം തന്നെ കാശ് നമ്മുടെ കുടുംബം ഒരു വഴിക്ക് പോകും. അതുപോലെ കാശ് വേണം, അതിനൊക്കെ ട്രീറ്റ് ചെയ്യണ കാശ് വേണം. ഇപ്പൊ സൗജന്യമൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എന്നാലും കാശ് ഏറെ വേണ്ട സംഭവം തന്നെയാണ്. അപ്പൊ പൈസ ഇനിയിപ്പോ ഒരുമാതിരി എല്ലാരെയും വെറുപ്പിച്ചും വെച്ചിട്ടുണ്ട്. ആരും ഇനിയിപ്പോ സൗജന്യമായിട്ടൊന്നും കൊടുക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ പൈസ ഉണ്ടാക്കണ്ടേ, അതിനുവേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒറിജിനലാണത്, അങ്ങനെ അസുഖമാണെന്നാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ പലർക്കും ഇഷ്ടമില്ലായിരിക്കാം പുള്ളിക്കാരത്തിയെ, ഇഷ്ടമില്ലല്ലോ. പക്ഷെ എന്നാലും നമ്മളൊരു ആപത്ത് കാലത്ത് ആ ഒരു വൈരാഗ്യം വെച്ചോണ്ടിരിക്കരുത്. പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക, നമ്മളെ കൊണ്ടൊക്കെ ഇനി അതേ പറ്റത്തുള്ളൂ. സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. പുള്ളിക്കാരത്തെ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല ആരോടും. പക്ഷെ ഒരു കാര്യം ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയത്, അസാമാന്യ വിൽ പവർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്ര സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും അല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പറയുമ്പോൾ അതിന്റെ ഒരിരട്ടിയും കൂടെ പുള്ളിക്കാരത്ത് കൂടുതൽ കാണിച്ചാ പോന്നിട്ടുള്ളത് ഇതുവരെ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല വിൽ പവർ ഉള്ള വ്യക്തി, ആള് ചെറുതാണ്. അപ്പൊ ഹിറ്റ്ലറെ പറ്റി നമ്മൾ ചരിത്രത്തിൽ പഠിക്കുമ്പോൾ പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യനായിട്ടല്ലേ പറയുന്നത്, ആള് ചെറുതാണ്. പക്ഷേങ്കില് വലിയ പീരങ്കി കൊണ്ടുള്ള ഒരു വെടിശബ്ദം പുറകിന്ന് വെച്ചപ്പോഴും ആ ഹിറ്റ്ലർ എന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് നിറയെ തുളുമ്പി വെള്ളം കൊടുത്ത, അങ്ങനെ കേട്ടിട്ടുള്ള ആകട്ടെ, തുളുമ്പി വെള്ളം കൊടുത്തിട്ട് ഒരു തുള്ളി വെള്ളം പോലും താഴെ പോയില്ലെന്ന്. അപ്പം പുറകിൽ അത്രയ്ക്ക് വലിയ വെടിശബ്ദം കേട്ടിട്ട് ഞെട്ടിയില്ല. വിൽ പവറിനെ സൂചിപ്പിച്ച് പറയുന്ന കാര്യമാണ്. ശരിക്കും അതുപോലത്തെ ഒരു വിൽ പവർ രേണു സുധിക്കുണ്ട്. കാരണം ഇത്ര അറ്റാക്ക് വന്നിട്ട് പുള്ളിക്കാരത്തി എന്തോരം അറ്റാക്ക് വന്നാലും പുള്ളിക്കാരത്തി പിടിച്ചു നിന്നിട്ടുണ്ട്, അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്, അതിന് ഒരു പടി മുകളിലോട്ട് ചെയ്തിട്ടുണ്ട്, ആരെന്ത് പറഞ്ഞാലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ക്യാൻസർ എന്ന് കേട്ടിട്ട് പുള്ളിക്കാരത്തി പിടിച്ചു നിൽക്കുന്നുണ്ട്. ക്യാൻസറിന് ഏറ്റവും ആവശ്യം വേണ്ടതും അത് തന്നെയാണ്. ക്യാൻസറിനെ തോപ്പിക്കണ വിൽ പവർ ആണ് വേണ്ടത്. അത് രേണു സുധിക്ക് ഏറെയുണ്ട്. ബാക്കി പ്രാർത്ഥനയിലൂടെ അതോടെ നേടിയ അസുഖം മാറിക്കിട്ടും. അല്ലാതെ ഇന്നത്തെ കാലത്ത് ബ്രസ്റ്റ് ക്യാൻസർ ഒരു വലിയ കാര്യമൊന്നും അല്ല. 40 വയസ്സോടുകൂടി ആൾക്കാർക്ക് ജീവിതചര്യാ രോഗമായ ഷുഗർ വരുന്നെന്ന് ആദ്യമായിട്ട് ഡോക്ടറിന്റെ അടുത്ത് നിന്ന് കാണും. നിങ്ങൾക്ക് ഷുഗറാ എന്ന് പറഞ്ഞ, എന്റെ പൊന്നെ തളർന്നു കുത്തി ആകെ വീണ്, ആദ്യമായിട്ട് ഈ ലോകത്ത് ഷുഗർ വന്ന ആളെന്നുള്ള രീതിയിൽ ആകെ സങ്കടപ്പെട്ട, അങ്ങനെയാണ് ജനങ്ങൾ. ആ സ്ഥാനത്താണ് ക്യാൻസർ എന്ന് കേട്ടിട്ടും രേണു സുധി വിൽപ്പവറോടെ പിടിച്ചു നിൽക്കുന്നത്. കാരണം പുള്ളിക്കാരത്തി അത് അറിയിക്കാതെ പുള്ളിക്കാരത്തിയുടെ സാധാരണയുള്ള ഇനാഗ്രേഷനും പരിപാടികളും അതും ഇതൊക്കെ ആയിട്ട് നടക്കുന്നില്ലേ. അപ്പൊ അത് സമ്മതിച്ചേ പറ്റുള്ളൂ. അതിന് കൊടുക്കണ ഒരു ബിഗ് സല്യൂട്ട്. ഈ വാർത്ത സത്യം തന്നെയാണ്, അല്ലാതെ എന്താണെങ്കിലും ക്ഷമിക്കാൻ പറ്റുന്നവർ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ബിഗ് ബോസ് താരമായ അഭിലാഷും വൈഫും കൂടെ നടത്തിയ ഒരു ഫോട്ടോഷൂട്ടിനെ പറ്റിയാണ് പറയാനിരിക്കുന്നത്. ഇത് പറയുമ്പോൾ വേണേൽ നിങ്ങൾക്ക് ചോദിക്കാം, അവരുടെ പ്രൈവസി ആയ കാര്യമല്ലേ, നമ്മൾ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാം. ഓൾറെഡി റിയാക്ഷൻ ചാനലാണ്. അപ്പം നിങ്ങൾക്ക് പറയാനുള്ള കമന്റ് ഇടാം റിയാക്ഷൻ ചാനലിന്റെ. ഗുണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ ആ കമന്റ് ഇടാം. അതൊരു ഗുണമാണ് ജനങ്ങളെ വെച്ച്. പിന്നെ ഞങ്ങൾ എന്ന് പറയാന്ന് പറഞ്ഞാൽ അവരെവിടെയെങ്കിലും ഒളിപ്പിച്ച് പാത്ത് വെച്ച സാധനം എടുത്തോണ്ട് വന്നൊന്നുമല്ല. അവരുകൊണ്ടേ സോഷ്യൽ മീഡിയ തള്ളി ഇട്ടതാണ് എടുക്കാറുള്ളൂ കേട്ടോ, ഏത് കേസിലാണെങ്കിലും. അപ്പൊ അവരുണ്ട്, അവരുടെ പ്രഗ്നന്റ് ആണല്ലോ, അവർക്ക് വളരെ കാത്തിരുന്നതിന് ശേഷം കിട്ടിയ, കുറെ നാള് വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചാളായിട്ടാണ് അവർ പ്രഗ്നന്റ് ആയ. വളകാപ്പൊക്കെ ഈ അടുത്ത് നടന്നിരുന്നു. അതും രേണു സുധിയെ പിടിച്ച് നടുക്ക് നിർത്തിയതിന്റെ പുറത്ത് ഒക്കെ അതും വിവാദമായിരുന്നു. അപ്പൊ അവര് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട്. ആ ഫോട്ടോഷൂട്ട് ഒന്ന് കാണാവേ. ഇവരിത് കാട്ടിക്കുട്ടിയ സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു സന്തോഷം അതാണ്. ആഫ്റ്റർ ഓൾ അത്രേ ഉള്ളൂ, അവരുടെ ഒരു സന്തോഷം. അവർക്കൊരു നിധി പോലെയാണല്ലോ അവനവന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ, ഒരു നിധി പോലെയാണ്. ആ നിധി അവർ ഈ
സോഷ്യൽ മീഡിയ അല്ലെ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്നോളും. കാലങ്ങൾ കഴിഞ്ഞാൽ ആ കുട്ടി ഉണ്ടായി അത് എത്ര ഇതായാലും അതിനും കാണാൻ പറ്റും. അത് വയറ്റിലായിരുന്നപ്പോൾ ഉള്ള ഒരവസ്ഥ കാണാൻ പറ്റും. അതൊക്കെ വെച്ചായിരിക്കും അവർ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം അവർക്കതൊരു കാത്തിരുന്ന് കിട്ടിയ നിധിയാണ്. അതിന്റെ ഒരു സന്തോഷമാണ് ഈ ഫോട്ടോഷൂട്ട് നടത്തിയത്. പക്ഷേങ്കിൽ ഈ ഫോട്ടോഷൂട്ട് ഈ അഭിലാഷ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് താരമാണ്. അഭിലാഷ് ആദ്യത്തെ ഒരാഴ്ചയിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്താലും പിന്നീട് അഭിലാഷ് നല്ല പക്വതയോടെയാണ് അതിനുള്ളിൽ നിന്നിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് റീ എൻട്രിയിലാണെങ്കിലും അനുമോൾക്ക് കൊടുത്ത ഉപദേശവും ഇങ്ങനെ നിന്നെ കരയിക്കാനും വിഷമിക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ വരുന്നത് നീ പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പക്വതയുള്ള വ്യക്തിയായിട്ടാണ് തോന്നിയത്. പക്ഷെ ഈ ഒരു പ്രവൃത്തിയിൽ അഭിലാഷ് കുട്ടി ഉണ്ടാകുന്ന സന്തോഷത്തിലായിരിക്കാം എല്ലാം അങ്ങ് മറന്നുപോയി. ഒന്നാമതായിട്ട് ഈവിളായി അല്ലെങ്കിൽ കണ്ണ് എന്നൊക്കെ പറഞ്ഞൊരു സംഗതി ഉണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ, കാരണം ഇന്നാള് ഞാൻ കേട്ട നമിത ബൈജു ഇൻസ്റ്റ കേട്ട നമിത ബൈജുവിന് പകരം ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് ഷൂട്ടിംഗ് നിശ്ചയിച്ച് ഡ്രസ്സ് തയ്പ്പിച്ച് എല്ലാം തയ്ച്ച് എല്ലാം ഓക്കെ ആക്കി ഷൂട്ടിംഗ് ഡേറ്റിന്റെ എല്ലാം ഓക്കെ ആയിട്ട് ആ കുട്ടി നാട് മുഴുവൻ അത് പറഞ്ഞു നടന്നു. എന്നെ സിനിമയിലെടുത്തു, ഓഡിഷന് പോയി, ഞാൻ പാസ്സായി, സിനിമയിൽ അഭിനയിക്കാൻ പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു നടന്നു. ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം വെറുതെ നിൽക്കുന്ന ഒരു കൊച്ചു കമന്നടിച്ച് വീണ് കാല് ഒടിഞ്ഞ് 1 മാസം കഴിയണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അവരടുത്ത ആൾ ആരാണോ ആ ആളെ വിളിച്ച് ഷൂട്ടിംഗ് അവർ നടത്തി. ഷൂട്ടിംഗ് മാറ്റി വെക്കുകയല്ല, ആ അടുത്ത ആളാണ് നമിത ബൈജു. അപ്പൊ ആ ചാൻസ് പോയത് ആ കൊച്ചെന്നാത് അവതരിപ്പിച്ച കണ്ണെന്നും പറഞ്ഞാണ്. ചില സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ മനുഷ്യന്റെ ഒരു കണ്ണിന് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ശരിക്കും ഇവര് ഇന്ന് മക്കളെ തിന്നാലും മറവി തിന്നണമെന്ന് പഴമക്കാർ പറയാറ്. എന്തിനും മറയ്ക്കേണ്ട കാര്യം മറയ്ക്കണം. പണ്ടൊക്കെ പ്രഗ്നന്റ് ആയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വയറ് കാണിക്കാൻ ഗർഭിണിയെ തന്നെ ഒരു 6 മണിക്ക് ശേഷം പോലും മുറ്റത്തിട്ട് ഇറക്കിയില്ല. ഏതാണ്ട് ഒരു പക്ഷിയൊക്കെ ചലിച്ച എന്തോ ദോഷാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ആ പഴമ ആൾക്കാർ അത്രയൊന്നും വേണ്ട. കാലം മാറിയോണ്ട് എല്ലാം മാറ്റത്തെ നമ്മൾ അംഗീകരിക്കണം. നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൂരാച്ചികളായിട്ട് ഇടത്തോട്ടടിച്ച് മാറി നിൽക്കരുത്. എന്ത് പുരോഗതി വന്നാലും അയ്യേ പറ്റില്ല അതല്ല വേണ്ട. പുരോഗതിക്ക് ഒപ്പമൊക്കെ നിൽക്കണം, പക്ഷെ ഓവറാവില്ല. ഇവിടെ അഭിലാഷം ഭാര്യയെ ഓവറായി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഒരു ജീൻസ് വിട്ട് അതുപോലൊരു മുലക്കച്ച കെട്ടിയ പോലത്തെ ഒരു കെട്ടും. അതാണ് ആ വേഷം കൂടെ ആയതുകൊണ്ടാണ് ഇത് ഏറ്റവും വൾഗറായി. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ക്യൂട്ട്നെസ്സും ഒരു ഭംഗിയൊക്കെ നമുക്ക് തോന്നണ്ടേ. ഇത് ആ ഭംഗിയൊന്നും തന്നില്ല. മുലക്കച്ച കെട്ടി വെച്ച പോലെ ഒരു കെട്ടും ഒരു ജീൻസ് ഇട്ടിട്ട് ഈ വയറിങ്ങനെ കാണിച്ചു. അവർക്ക് അവരുടെ കുട്ടിയെ കാണിക്കാനൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ആ ഫോട്ടോ എടുത്ത് വെച്ചാൽ ഇതിങ്ങനെ എടുത്തിട്ടോണ്ട് എന്താണെന്ന് വെച്ചാൽ ചീത്തവളിയുടെ ഈയൊരു കളിയാണ് മേടിച്ചത്. ആ കൊച്ചു വയറ്റി കിടക്കുവാണേ. അപ്പോഴല്ലേ ഇത്രയും ചീത്തവിളി കേൾക്കുന്നത്. മറ്റേ പുരാണം പറയണ്ട, അഭിമന്യുവിന്റെ കഥ പറയണ്ട, എല്ലാരെയും മതിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഡോക്ടർമാരിപ്പോ എന്താ പറയുന്നത്, ഈ വയറ്റിൽ കിടക്കുന്ന 7 മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൊച്ചുങ്ങള് ആയല്ലോ, കൊച്ചായി, എല്ലാ അവയവവും വന്ന് ബുദ്ധിയും എല്ലാം ഉറച്ച് വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അറിയാം. അമ്മയുടെ മാനസികാവസ്ഥ ആ കൊച്ചിന് അതുപോലെ ഇതാവും. അപ്പൊ അമ്മ കരിയെ എടുക്കുകയും ടെൻഷനും അതും ഇതൊക്കെയാണ് അതിനെ അത് ബാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ ചിലരുണ്ടായി കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് വളരെയധികം ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് കാണിക്കും. ഹൈപ്പർ ആക്ടിവിറ്റി വന്നാൽ എല്ലാം എടുത്തെറിഞ്ഞ് പൊട്ടിക്കുക. എന്നിട്ട് അതിന്റെ ഇപ്പൊ ഒരു ടിന്ന് അവിടെ ഇരിക്കുക, മേശപ്പുറത്തിരിക്കുന്ന ഒരു ടിന്നെടുത്ത് പൊത്തോന്നും പറഞ്ഞ് നിലത്തോട്ട് വീഴുമ്പോൾ അതങ്ങോട്ട് പൊട്ടിച്ചതുമ്പോഴത്തേന് ഇവർക്ക് അങ്ങോട്ട് ഒരു സന്തോഷം കൈ പൊട്ടിച്ചിരിക്കും. അങ്ങനെ പിന്നെ ഈ ഒരു 5 മിനിറ്റ് പോലും അടങ്ങിയിരിക്കില്ല. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള പിള്ളേർക്ക് പറ്റത്തില്ല. എന്താ വെച്ചാൽ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഒരു ക്ലാസ്സിൽ പോയിരുന്ന അവർ കുറച്ച് സമയം ഇരിക്കുള്ളൂ, അത് കഴിയുമ്പോൾ അവർ എണീറ്റും. അവർക്ക് ഇരിക്കാനോ ഒന്നിലും ശ്രദ്ധിക്കാനോ ഒന്നും പറ്റില്ല. പഠനത്തിലെല്ലാം വളരെയധികം പുറകോട്ട് പോകും. കാരണം അവർക്ക് പറ്റത്തില്ല, ഒന്നിനും മിരുമിരിപ്പാണ് ഇങ്ങനെ. അതാണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി. ഈ ഹൈപ്പർ ആക്ടിവിറ്റി പകുതി പേർക്ക് വരുന്നതും ഈ 10 മാസം വയറ്റി കിടക്കുന്ന ആ സമയത്ത് അമ്മ കണ്ടമാനം ടെൻഷനും അതും ഇതുമൊക്കെ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. നല്ല പാട്ട് കേട്ട് മാത്രം ഇരിക്കുക, സന്തോഷമുള്ള കാര്യം മാത്രം പറയും. ഗർഭിണികളെ ശരിക്കും പറഞ്ഞാൽ നല്ല ഈ ഒരു ചില്ലുപാത്രം പോലെ, വെള്ളം നിറച്ച ചില്ലുപാത്രം പോലെ സൂക്ഷിച്ചു കൊണ്ടു നടക്കണം. അവരെ ഒരു ടെൻഷനും അറിയിക്കരുത്. ഇപ്പോഴത്തെ ജനറേഷൻ അതൊക്കെ അറിയാം. പക്ഷെ ഇവരെ ഇതുപോലെയൊക്കെ ആയിരിക്കും അഭിലാഷം വൈഫും ജീവിച്ചിരിക്കുക. അവസാനം കൊണ്ടേ കലവടച്ചു. അവസാനം കൊണ്ടേ ഇത് ഇങ്ങനെ ഒരെണ്ണെടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റയില്. അപ്പൊ എന്താണ് തെറിവിളിയുടെ പൂരം. ആ കൊച്ചിനെയും കൂടെ അല്ലേ അത് ബാധിക്കുന്നത്. എന്തെങ്കിലും അഭിലാഷ് ഒരു അല്പം പക്വത കാണിച്ചിരുന്നെങ്കിൽ, അത് തന്നെയല്ല ഇവർ ഈ പറയുന്ന ഭംഗിയൊന്നും ആ ഒരു ഷൂട്ടിങ് കണ്ടാൽ തോന്നില്ല. അതും ഉള്ളതുപോലെ പറയാം. വെറും വൾഗറായിട്ടാണ് തോന്നുന്നത്, വെറും വൾഗർ. എന്താണ് അവരതിൽ ഓർക്കുന്നത്? അവരുടെ കൊച്ചിനെ കാണിക്കാനോ അവരുടെ ഇഷ്ടമാണ് അത് ചെയ്യുന്നത്. അതൊക്കെ ഓക്കെ. പക്ഷെ ഇട്ടത് ആര് കാണാൻ വേണ്ടിയാ? പബ്ലിക് കാണാൻ വേണ്ടിയല്ലേ. ആ പബ്ലിക് എല്ലാരും നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എന്തിനാ സഹോദരി ഇങ്ങനെ കാണിക്കുന്നത്? കഷ്ടം തന്നെ. ആ സാരി എടുത്ത് നടക്കുമ്പോൾ ഇയാളെ കാണാൻ നല്ലതാണ്. ആ ഉള്ള ഇഷ്ടം കൂടി പോവും ഇങ്ങനെയൊക്കെ കാണിച്ചാൽ. ഒരു സഹോദരി പറഞ്ഞാൽ കരുതിയാൽ മതിയെന്നു.
ഇവർ രണ്ടുപേരോട് ഡാൻസ് ചെയ്യുന്ന ഓർക്കുന്നുണ്ടോ? അടിപൊളി ഡാൻസാണ് രണ്ടുപേരോട് ചെയ്യുക. അഭിലാഷും വൈഫോട് ചെയ്യുന്ന ഭയങ്കര സ്പീഡും വളരെ നന്നായിട്ടേ ചെയ്യത്തുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അഭിലാഷിനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇത് എനിക്ക് ദേഷ്യമാവുന്നത്, ഇത് മഹാ ബോറായിപ്പോയി ഇവര് ചെയ്തത്. ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് വേണ്ടായിരുന്നു. കാരണം നോർമലായിട്ട് എടുത്തിരുന്നതിൽ ഇതിനൊരു ഭംഗി ഈ ഇഷ്ടമൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാണ്. എങ്കിലും ഇങ്ങനെ ഒരു പ്രദർശനം വേണ്ടായിരുന്നു. അത് പക്വതയുള്ള ഒരു രീതിയാണ്. ഇവരോട് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ ഇവർ ഈ കാണിച്ചല്ലേ? ഒരു പിള്ളേരുകളി ആയിരിക്കാം, പ്രായത്തിന്റെ ഒരു എടുത്തിയാട്ടമായിരിക്കും. ഇവർക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നും. കാര്യം നമ്മളെല്ലാം കുഞ്ഞുങ്ങളുടെ, ഞാൻ ഇപ്പോഴും എന്റെ കൊച്ചിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യമായിട്ടുണ്ടാകുമ്പോൾ പൊതിഞ്ഞു കിട്ടുന്നത് റോസ് നിറമുള്ള തുണിയാണ്. അത് തൊട്ട് കംപ്ലീറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രഗ്നന്റ് ആകുമ്പോൾ ഞാൻ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഫോട്ടോ ചീറ്റിപ്പോയി. ഫോട്ടോ വെളിയിൽ വന്ന് കൈ കിട്ടിയപ്പോൾ സാരിയൊക്കെ എടുത്ത് പ്രഗ്നന്റ് ആയപ്പോൾ ഫോട്ടോ എടുത്താൽ, പക്ഷെ പ്രഗ്നന്റ് ആണെന്ന് പോലും തോന്നിയല്ലാത്ത പോലെ അവര് ഫോട്ടോ എടുത്തത് നമുക്ക് അത് മനസ്സിലാവില്ല. എന്നാലും അതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഇവര് ചെയ്ത ഒരു അറ്റകൈ പ്രയോഗമായിപ്പോയി. ഇതുപോലെ വയറ് കാണിച്ച് ഫോട്ടോ ഷൂട്ട് ചെയ്യും. പിന്നെ ഇപ്പോൾ ന്യൂജൻ അറിയാലോ, സേവ് ദ ഡേറ്റ് ഒക്കെ കാണിക്കുന്ന കണ്ടാൽ നമുക്ക് അറപ്പ് വരും. അത് വേറൊരു കാര്യം. ആ കുഞ്ഞ് വളർന്നു വലുതാവുമ്പോൾ വിൽപ്പനയ്ക്ക് വെച്ച തള്ളയുടെ ശരീരം കണ്ട് നിന്റെയൊക്കെ മുഖത്ത് തുപ്പും. പണത്തിന് ആർത്തി മൂത്ത് പെണ്ണും പിള്ളയുടെ സാധനം വരെ പ്രദർശനത്തിന് വെച്ചേക്കുന്നു. തെറിയൊക്കെയാണ്. ഒരു പരിധി വരെ ഇവര് റീച്ചിന് വേണ്ടി ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. റീച്ചിന് വേണ്ടിയാണാവോ? പെണ്ണിന്റെ വീട്ടിൽ ചെറുക്കൻ വീട്ടുകാർ വന്ന് വയർ കാണൽ ചടങ്ങ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ നേരെ മറിച്ചാണ്, എല്ലാവരെയും കാണിക്കും. അത് ശരിയല്ലേ? വയർ കാണൽ ചടങ്ങുണ്ട്, അതിന് വരെ ഇവരിപ്പോ എല്ലാരെയും കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒത്തിരി വൃത്തികെട്ട കമന്റുകളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല. എന്താണേലും എന്തിനു വേണ്ടി ഇവരെന്തിനു വേണ്ടി ഇത് ചെയ്തു? ഇവരുടെ തലയ്ക്കകത്ത് ആൾതാമസമില്ലേ? ഈ നാട്ടുകാരെ മൊത്തം ഈ വയറ്, കാരണം ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇനി പോന്നിട്ടില്ലല്ലോ കൊച്ച്. ഈ വയറെല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കരുത്. സത്യം പറഞ്ഞ അത് എന്താണ്, ഞാൻ കുറച്ചു നേരം മുന്നേ പറഞ്ഞ പോലെ ഈവിളയിൽ എന്നൊക്കെ പറഞ്ഞ പോലെ വളരെ വളരെ മോശം. ഇത്രയും ബുദ്ധിമോശം അഭിലാഷ് ചെയ്യുമല്ലോ എന്നാണ് ഞാൻ ഇത് കണ്ടപ്പോൾ ഓർത്തത്. ഇത്രയും ബുദ്ധിമോശം. കാരണം ന്യൂ ജനറേഷന്റെ ചിന്താഗതി ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ലായിരിക്കും. അവരിതിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും പോസിറ്റീവ് വശമൊക്കെ കാണുന്നുണ്ടോ എനിക്ക് തോന്നില്ല. എനിക്കത് കണ്ടിട്ട് മനസ്സിലായത് ഇവരുടെ കൊച്ചുണ്ടായി കഴിയുമ്പോൾ ആ കൊച്ചിനെ കാണിക്കാനായിരിക്കാം നീ വയറ്റി കിടന്നപ്പോൾ ഉള്ളതെന്നുള്ള രീതിയിൽ. പക്ഷേ ഇതല്പം ഏറിപ്പോയെന്നുള്ള, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.